മാർക്കോ എന്ന് പറയുന്ന ഒരു ഗംഭീര ചിത്രത്തിന് ശേഷം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാട്ടാളൻ. ആൻ്റണി പെപ്പയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് ഒക്കെ വരുന്നത് വമ്പൻ കാസ്റ്റിംഗ് ആണ്. കാരണം ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ അതിൻ്റെ കാസ്റ്റിംഗ് ഭയങ്കര വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ റിലീസുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ റിലീസായിട്ടുണ്ട്. അത് ഇന്നലെയാണ് റിലീസായത്. 11 ലക്ഷം ആൾക്കാർ ഇപ്പോൾ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. അതിൻ്റെ ഒരു ഫോട്ടോ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ആനയുടെ പുറത്ത് നിൽക്കുന്ന ഒരു ആനേനെ തല്ലി കൊന്നിട്ട് അല്ലെങ്കിൽ ആക്രമിച്ച് കൊന്നതിന് ശേഷം പെപ്പ ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം. അപ്പോൾ എല്ലാവരും പറഞ്ഞു മലയാള സിനിമയിൽ പല മൃഗങ്ങളെയും ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിച്ച് ജയിക്കുന്ന ഒരു സീനുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആനേനെ കൊന്ന സീനുകൾ വച്ചിരിക്കുന്നത് വളരെ കുറവായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ അതിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്ന് പറഞ്ഞു. തൊട്ടു പുറകെ ഇന്ന് റീലിൽ ഞാൻ കണ്ടു, ഇൻസ്റ്റയിൽ ഞാൻ കണ്ടു, അതിൻ്റെ ആ സീക്വൻസുകൾ, ആനയായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ റിയലായിട്ട് ഷൂട്ട് ചെയ്താണ്. ഒരു ട്രെയിൻഡ് ആനേനെ വെച്ച് അവർ റിയലായിട്ട് അതിനെ ഷൂട്ട് ചെയ്തെന്നുള്ളതാണെന്ന് കാണുമ്പോൾ ഒരു വമ്പൻ ഒരു ഫീൽ തോന്നുന്നുണ്ട്. പടം എത്തരത്തിലുള്ള ഒരു ഔട്ടായിരിക്കും തരാൻ പോകുന്നതെന്നുള്ളത്. എന്തായാലും ലെറ്റ്സ് സീ. നമുക്ക് ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. ഹൈപ്പ് കൊടുക്കുക. വെൽക്കം ടു സിനി പീഡിക. അപ്പോൾ ടീസർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, ഡിസ്ക്ലെയിമർ. ഓക്കെ, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്. ഷെരീഫ് മുഹമ്മദ്, സുനിൽ, എത്ര ഇഷ്ടമാണല്ലോ. അങ്ങേരുണ്ടോ? മെയിൻ പോൾ ജോർജ് ആണ് സംവിധാനം. ഓക്കെ, നേരത്തേക്കിനും വേറെ വീഡിയോയിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യാനാന്ന് പറ. അജനേഷ്, നമ്മുടെ കാന്താരയുടെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നൈസായിട്ടുണ്ട്. പുള്ളി തന്നെ ആയിരുന്നല്ലോ, അല്ല രവി ബസൂർ ആയിരുന്നല്ലോ മറ്റേത്. ഓക്കെ, മാർക്കോ രവി ബസൂർ ആയിരുന്നു. അപ്പം പുള്ളിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോൾ ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. എന്തായാലും കൊള്ളാം. നമ്മുടെ ആനക്കൊമ്പ് കടത്ത് സംഭവമാണ് എന്നുള്ളത് ചെറിയൊരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് ആനക്കൊമ്പ് കടത്തലാണോ അതോ വേറെ എന്തെങ്കിലും കടത്തലാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും അടിമുടി മൊത്തം ഫൈറ്റായിരിക്കും. കണ്ണടച്ചാൽ 5-6 ഫൈറ്റ് മിസ്സാകും എന്നുള്ള രീതിയിലുള്ള ഒരു പടമായി മാറാൻ സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇത് കാണാം. മാർക്കോ മലയാളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ വയലൻ്റ് മൂവി ആയിരുന്നു എന്നാണ് പല രാഷ്ട്രീയക്കാരും പല നിരൂപകന്മാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പറഞ്ഞ് ആ ഒരു സിനിമേനെ മോശവൽക്കരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഒരു ട്രോളിംഗ് എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രൊഡക്ഷൻ ടീമാണ് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്, ഷെരീഫ് മുഹമ്മദ്. സോ പുള്ളിയുടെ അടുത്തൊരു പടമാണ്. ഇനി ഇതിനെന്തൊക്കെയാണ് കേൾക്കാൻ പോകുന്നതെന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേക്കും മനസ്സിലാകാൻ സാധിക്കും. ഇനി ഈ ആനയുടെ കേസിന് ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് ലെറ്റ്സ് സീ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കൊള്ളാം. ടീസർ കൊള്ളാം, നൈസായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു ബീറ്റ് നൽകുന്നുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഏതിനാണ് അതിൻ്റെ റീസണോട് കൂടി വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പവറും പഞ്ചും ഒരു ആകാംക്ഷയും ആ ഫൈറ്റിനുണ്ടാവും. അപ്പം അങ്ങനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മെയ് വരെ കാത്തിരിക്കാം നമുക്ക്. അപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. ഹൈപ്പ് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.